ഹായ് വെൽക്കം ബാക്ക്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഇത് വെച്ചിട്ട് ഇത് KFCയുടെ ബക്കറ്റാണ് കേട്ടോ. ഇതും കുറച്ച് പഴംതുണിയും കൊണ്ടിട്ട് നമുക്ക് വീട്ടിൽ അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതുപോലെ ഇതാ ഈ ഒരു KFCയുടെ തന്നെ ബക്കറ്റ് വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ സാധാരണ പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഉണ്ടാവും, അതുപോലെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുന്ന ഇതുപോലത്തെ വലുതുണ്ടാവും. KFCയുടെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല വലിപ്പമുള്ളതാണ്. പിന്നെ വേണ്ടത് ഇതുപോലുള്ള ഒരു പഴയ തുണി. ഞാനിപ്പോൾ എൻ്റെ പഴയ ഒരു ചുരിദാറിൻ്റെ കുറച്ച് നല്ല ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കണ്ട നല്ല ഒരു വൃത്തിയുള്ള പഴയ ഡ്രസ്സിൻ്റെയൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് സൈസൊക്കെ ചെറുതായി പോയി ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും തുണി വേണം. പിന്നെ ഹോട്ട് ഗ്ലൂ ഗൺ വേണം. ഹോട്ട് ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല, നമുക്ക് ഫെവിക്കോൾ വെച്ചും ചെയ്യാം. ഇതിപ്പം പേപ്പറിൻ്റെ ബക്കറ്റ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ നമുക്ക് ഹോട്ട് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഈസി. ഈ ഹോട്ട് ഗ്ലൂ ഗൺ നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ എന്താ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു മുകൾ ഭാഗം നല്ല സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് വളഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ആ ഒരു മുകളിലത്തെ ഭാഗം നല്ല സ്ട്രൈറ്റ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഗ്ലൂ ഗൺ ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഗ്ലൂ തേച്ചാൽ ഉടനെ തന്നെ ഒട്ടിക്കണം കേട്ടോ. ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യരുത്. വെയിറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോവും, പിന്നെ ഒട്ടിച്ചിട്ട് കാര്യമില്ല, ഇളകിപ്പോരും. അപ്പോൾ അതാ ചൂടോടുകൂടി തന്നെ വെച്ച് ഒട്ടിക്കുക. അങ്ങനെ കുറച്ച് ഭാഗമായിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ. ഞാനിപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഈ സൈഡ് ഫുള്ള് നമ്മൾ കവർ ചെയ്ത് പോകണം. അപ്പോൾ സൈഡ് വെച്ച് നല്ല ചേർത്ത് ഒട്ടിക്കണം. ആ സൈഡിലെ ആ വക്ക് ഭാഗം ഉണ്ടല്ലോ മുകളിൽ, അവിടെ ഞാൻ ഒട്ടിക്കുന്നില്ല. അവിടെ നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എന്താ ഇത്രയും ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ താഴത്തെ ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ആ താഴോട്ട് എക്സ്ട്രാ കിടപ്പുണ്ട്, അത് ലാസ്റ്റ് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സൈഡും ഒട്ടിക്കുക. ഒട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് വലിച്ചൊട്ടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചുളിവുകൾ വീഴും. അങ്ങനെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഇതിനായിട്ട് എടുക്കുന്ന സമയത്ത് നല്ല പ്രിൻ്റുള്ള ഇതുപോലെ നല്ല പൂക്കളും പുള്ളിയൊക്കെയുള്ള പ്രിൻ്റുള്ള തുണി എടുക്കണം. പ്ലെയിൻ തുണി എടുത്താൽ നമ്മൾ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗമൊക്കെ അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതുപോലത്തെ തുണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഭാഗം ജോയിൻ്റ് ചെയ്താൽ പോലും, ഇപ്പോൾ ഞാൻ ജോയിൻ്റ് ചെയ്യുവാണ്, ഈ ഒരു ഭാഗത്ത് തുണി തികഞ്ഞില്ല, അപ്പോൾ ജോയിൻ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ മൾട്ടി കളർ ആയതുകൊണ്ട് പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജോയിൻ്റ് ചെയ്യുന്നത് അറിയത്തില്ല, ആ ഒരു വൃത്തികേട് മാറിക്കിട്ടും. അപ്പോൾ ദാ ഈ എക്സ്ട്രാ ഒരു തുണിയും കൂടെ വെച്ച് ഞാൻ ഈ ഒരു ഭാഗവും ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വരുവാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ജസ്റ്റ് ഗ്ലൂ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെ. അപ്പോൾ ദാ ഇങ്ങനെ ഫുള്ള് നമുക്ക് ഒട്ടിച്ചിട്ട് വെക്കാം. ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഫുള്ള് ഇപ്പോൾ ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം എല്ലാ ഭാഗത്തും. ആ ഒരു പുറമേ കാണുന്ന എല്ലാ ഭാഗത്തും നമ്മൾ നല്ല വൃത്തിയാക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും ഇതുപോലെ എക്സ്ട്രാ ഒട്ടിക്കാനുണ്ടെങ്കിൽ അവിടെയും കൂടെയൊക്കെ ഗ്ലൂ തേച്ചിട്ട് സൈഡുകളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഒട്ടിച്ച് ഫിനിഷ് ആക്കുക. ഇനിയുള്ളത് ഈ അടിഭാഗമാണ്. അടിഭാഗത്തായി ഇപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ കിടക്കുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കുക, എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ കുറച്ച് ഭാഗം എക്സ്ട്രാ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗം നമുക്കിങ്ങനെ വെച്ച് ചേർത്ത് ഒട്ടിക്കണം. അപ്പോൾ ചേർത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമായ മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ കുറച്ച് ഭാഗത്ത് മാത്രം ഇങ്ങനെ ഗ്ലൂ തേക്കുക അടിഭാഗത്തേക്ക്, എന്നിട്ട് ജസ്റ്റ് വെച്ച് ഒട്ടിക്കുക. പിന്നെ നമ്മൾ കുഞ്ഞു ഫ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ആ ഫ്ലീറ്റ്സിൻ്റെ ഭാഗങ്ങൾ ഒട്ടിച്ചൊട്ടിച്ച് പോയാൽ മതി. ഇങ്ങനെ ഒരുപാട് പൊന്തി നിൽക്കരുത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ ഫുള്ള് ഒട്ടിച്ചെടുക്കുന്നത്. കുറച്ച് തേക്കുക, ബാക്കി ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഫുള്ള് കവർ ചെയ്ത് ലാസ്റ്റ് ഒരു തുണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലാസ്റ്റ് തുണി കൊണ്ട് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് ഒട്ടിക്കുക. ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റൗണ്ടായിട്ടൊരു തുണി കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ അടിയിൽ ഒട്ടിക്കാം. പക്ഷേ അടിഭാഗം ആയതുകൊണ്ട് ആരും കാണുന്ന ഭാഗമല്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇതാ ഫുള്ള് ഞാൻ കവർ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്ലെയിൻ തുണി അല്ലാത്തതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്തതൊന്നും അറിയുന്നില്ല. ഇനി ഭാഗത്ത് വേണമെങ്കിൽ ഒട്ടിക്കാം. അകത്തും കൂടിയൊക്കെ ഒട്ടിച്ചാൽ കുറേ നാൾ നല്ലതായിട്ടിരിക്കും. ഞാൻ പക്ഷേ അകത്ത് ഒട്ടിക്കുന്ന പാട് എഴുതിയിട്ട് അകത്ത് ഒട്ടിക്കുന്നില്ല. പക്ഷേ അടിഭാഗത്തുണ്ടല്ലോ, ഈ അടിഭാഗത്ത് ഞാനിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് ശരിയാക്കി എടുക്കണം. അകത്ത് ഒട്ടിക്കുന്നില്ല. അപ്പോൾ സൈഡ് ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ല കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പഴയ ഫ്രോക്കിൽ നിന്നൊക്കെ എടുത്ത ലേസ് ഉപയോഗിക്കാം. ചില സ്കാർഫിലൊക്കെ ഉണ്ടാവും ലേസ് ഫ്രോക്കിൽ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. എങ്ങനത്തെ ആയാലും മതി. ഇതിപ്പോൾ ഒരു നമ്മുടെ വേസ്റ്റ് സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. നമുക്കൊരു പൈസയുടെ ചിലവ് പോലുമില്ല. ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പഴയ ഡ്രസ്സിൽ നിന്ന് ഇളക്കിയെടുത്ത ഒരു ലേസാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. ഒട്ടിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതിപ്പോൾ പൂക്കളായതുകൊണ്ട് ഞാൻ ഓരോന്നിലും കുറച്ച് ഗ്ലൂ തേച്ചതിന് ശേഷമാണ് ഫുൾ കവർ ചെയ്ത് ഒട്ടിക്കുന്നത്. അപ്പോൾ ആ സൈഡ് കാണാൻ നല്ല രസമായിരിക്കും. കണ്ട, അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാസ്ക്കറ്റാണ് ഇത്. നമ്മുടെ ഈ ഒരു KFCയുടെ വലിയ KFC നമ്മൾ വാങ്ങിക്കുമ്പോഴുള്ള ബക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ഒരുപാട് സാധനങ്ങളിട്ട് സ്റ്റോറേജ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ മേക്കപ്പ് സാധനങ്ങളിട്ട് വയ്ക്കുക, കുഞ്ഞുങ്ങളുടെയൊക്കെ സോക്സൊക്കെ ഇട്ട് വെക്കാം.
വെക്കാം. നമുക്ക് കബോർഡിനകത്താണെങ്കിലും ഡ്രസ്സിംഗ് ടേബിളിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഐറ്റംസ് ഇട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് പൈസ ചിലവൊന്നുമില്ല, നല്ല ഭംഗിയായിട്ടുമുണ്ട്. നമ്മൾ വെറുതെ കളയുന്ന ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.